नमस्ते साथियों, आप सभी को एक्ट लर्निंग में स्वागत करती हूँ। आज हम ഒക്ടോബർ 23 यानी ഈ വർഷത്തെ 23യുടെ ഒക്ടോബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ സിലബസ് നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ അല്ലേ, പാറ്റേണിൽ പോലും വ്യത്യാസമില്ലാതെ അതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഒരേ സാമ്യത വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എത്രത്തോളം ഗൗരവമേറിയതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ PVQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നന്നായിട്ട് ശ്രദ്ധിക്കണം. PVQ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നിങ്ങൾ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. हमारा पहला क्वेश्चन है, श्रृंगार रस का स्थायी भाव कौन सा है? हास, भय, रति, निर्वेद. इसमें श्रृंगार रस का स्थायी भाव कौन सा है? कौन सा है? हम जानते हैं അല്ലേ, നമുക്കറിയാം എത്ര രസങ്ങളാണുള്ളത്. ഭരത് മുനിനെ തൻ്റെ നാട്യശാസ്ത്രത്തിൽ 8 രസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ശൃംഗാര രസത്തിന്റെ സ്ഥായി ഭാവം ഏതാണ്? രതി. രതിയാണ് ശൃംഗാര രസത്തിന്റെ സ്ഥായി ഭാവം. रस निष्पत्ति, रति श्रृंगार, हास हास्य, उत्साह वीर, शोक करुण, क्रोध अमर्ष और रौद्र, चिकित्सा बीभत्स, भय भयानक, निर्वेद शांत. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം, നല്ലതാണ്. കാരണം കഴിഞ്ഞ HSAക്കും അതേപോലെ GLTക്കും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 8 ഭാഗങ്ങളും 8 രസങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നാട്യശാസ്ത്രക്കെ രചനാകാർ ഭരത് മുനി. ഇതിൽ തന്നെ നമ്മുടെ ഈ നാട്യശാസ്ത്രത്തെ കുറിച്ച് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നാട്യശാസ്ത്രക്കെ രചനാകാർ ഭരത് മുനി और भरत मुनि ने रसों की संख्या 8 मानी है. മൊത്ത രസങ്ങൾ 9 പറയുന്നതെങ്കിലും നാട്യശാസ്ത്രത്തിനനുസരിച്ചിട്ടാണ് 8 എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം അതിൽ പ്രത്യേകം ചോദിക്കും, നാട്യശാസ്ത്രക്കെ അനുസാർ ഭരത് മുനിനെ രസോं की संख्या कितनी मानी है? അപ്പം നിങ്ങൾ എത്രയാണ് പറയണ്ടേ? 8. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭൂഖണ്ഡ് തബ് രഹാ ഹെ കാവ്യ സംഗ്രഹ കിസ്കാ ഹെ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കും. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ കൊണ്ടുവന്നാണ് അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും. അപ്പം ഈ അടുത്തുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. ഭൂഖണ്ഡ് തബ് രഹാ ഹെ കിസ്കാ കാവ്യ സംഗ്രഹ ഹെ? ചന്ദ്രകാന്ത് देवताले, नरेश मेहता, उदयन वाजपेयी और വിഷ്ണു ഖരെ. ഇതാരുടെയാണ്? യെസ്, ചന്ദ്രകാന്ത് ദേവ്താലെ, അദ്ദേഹത്തിൻ്റെതാണ് ഭൂഖണ്ഡ് തബ് രഹാ ഹെ. ഓക്കെ, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തായാലും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മാറ്റവും ഇല്ലാതെ അതേ രീതിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ സ്റ്റുഡൻസ്, थर्ड क्वेश्चन, कबीरदास को वाणी का डिक्टेटर किसने कहा? कबीरदास को वाणी का डिक्टेटर किसने कहा? रामचंद्र शुक्ला, राम कुमार वर्मा, बाबू गुलाब राय और आचार्य हजारी प्रसाद द्विवेदी. वाणी का डिक्टेटर आचार्य हजारी प्रसाद द्विवेदी ने कहा. ഏതാണ് ആൻസർ? ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി. ഓക്കെ, അതേപോലെ തന്നെ കബീർദാസിന് വേറെയും അദ്ദേഹത്തിൻ്റെ ഭാഷകൾ വേറെയും പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന്.
कबीरदास की भाषा, पंचमेल खिचड़ी, डॉक्टर श्याम सुंदर दास। सदुक्कड़ी भाषा, आचार्य रामचंद्र शुक्ल। वाणी का डिटेक्टर, हजारी प्रसाद द्विवेदी। कबीर के वाणी संग्रह ബീജക് നാം സെ പ്രസിദ്ധ ഹെ. ആ ബീജകിനകത്തുള്ള 3 ഭാഗങ്ങളാണ് ഏത്? സാക്കി, സപത് और रमैनी. ഇത് ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, കബീറിന്റെ വാണി സംഗ്രഹ അല്ലെങ്കിൽ കബീറിന്റെ കൃതി ഏതാണ്? സാക്കി, സബത് और रमैनी, ഇത് 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തരും. ബാക്കിയുള്ള കവിതകളായിരിക്കും വേറെ ഓപ്ഷൻസ് ആയിട്ട് വരാം. അപ്പം അങ്ങനെയും ചോദിക്കാറുണ്ട്, ബീജക് മാത്രമായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണേ. സാക്കി, സബത് और रमैनी ഇത് 3ഉം ബീജകത്തിന്റെ ഉള്ളിലുള്ള സംഗ്രഹിത കൃതികളാണ് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചമേൽ കിച്ചടി ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കബീർദാസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏത് രീതിയിലാണ് വന്നത്? പഞ്ചമേൽ കിച്ചടി. ओके, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻസ്. व्रज भाषा का विकास किस अपभ्रंश से हुआ है? व्रज भाषा का विकास, നമ്മുടെ ഭാഷയെ കുറിച്ച് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ പ്രത്യേകം പഠിച്ചെന്നേ തീരുള്ളൂ. അതിനകത്തുനിന്നും 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ഓക്കെ, व्रज भाषा का विकास, मागधी, अर्धमागधी, शरसेनी, പൈശാചി. ഒറ്റ മിനിറ്റ്, ആൻസർ ആയിപ്പോയി ആദ്യം തന്നെ കൊടുത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഭാഗം ഒന്ന് കേട്ട് നോക്കിയിട്ടല്ലേ കട്ട് ചെയ്യുള്ളൂ. ഓക്കെ ओके, नेक्स्ट क्वेश्चन. व्रज भाषा का विकास किस अपभ्रंश से हुआ है? മഗധി, അതിന്റെ ഷോൾ കൊണ്ട് അത് മറിയുന്നുണ്ട്. ഓക്കെ ओके, फोर्थ क्वेश्चन. व्रज भाषा का विकास किस अपभ्रंश से हुआ है? मागधी, अर्धमागधी, शौरसेनी और പൈശാചി. ഇതിൽ ഏത് ഭാഷയിൽ നിന്നാണ് വ്രജ് ഭാഷ വന്നിരിക്കുന്നത്? ഏതായിരിക്കും? യെസ്, ശൗരസേനി. ശൗരസേനി അപഭ്രംശിച്ചാണ് വ്രജ് ഭാഷയുടെ വികാസം ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഷാ വികാസങ്ങൾ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വന്നിരിക്കും. അതുകൊണ്ട് ഈ ഭാഷകളുടെ വിഭാഗം നിങ്ങൾ അല്ലെ, ബോലിയാം ഭാഷ ഓർ ബോലിയാം, ഈ ഭാഗത്തിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഭാഗം വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ശൗര്യസേനി അപഭ്രംശിൽ നിന്ന് പശ്ചിമി ഹിന്ദി, രാജസ്ഥാനി, ഗുജറാത്തി, മാഗധി, ഗുജറാത്തി. ഓക്കെ, മാഗധി അപഭ്രംശിൽ നിന്ന് ബിഹാരി ഹിന്ദി. अर्धमागधी अपभ्रंश से पूर्वी हिंदी और पश्चाजी अपभ्रंश से लहंदा पंजाबी भाषाएं. गस अपभ्रंश से पहाड़ी भाषाएं. ഓക്കെ, ഇതിനകത്തുനിന്ന് തന്നെ ഒരുപാടുണ്ട്. പശ്ചിമി ഹിന്ദിയിൽ വരുന്ന ബോലിയാം, അതേപോലെ രാജസ്ഥാനി ഹിന്ദിയിൽ വരുന്ന ബോലിയാം, ഇത് വേറെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതും വേറെ തന്നെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഭാഗം വളരെ കൃത്യമായിട്ട് പഠിക്കാം. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വളരെ വിശദമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതൊന്ന് ഷോർട്ടാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഇതോടൊപ്പം തന്നെ വായിച്ച് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. अष्टचाप का जहाज किसे कहा जाता है? अष्टचाप का जहाज, ഇത് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെയിം പാറ്റേൺ, സെയിം ക്വസ്റ്റ്യൻ ആണ്. അഷ്ടചാപ് കാ ജഹാസ്, നന്ദദാസ്, കുംഭൻദാസ്, സൂർദാസ്, കൃഷ്ണദാസ്. ആരായിരിക്കും? യെസ്, സൂർദാസ്. സൂർദാസ് ആണ് അഷ്ടചാപ് കാ ജഹാസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അഷ്ടചാപിൽ എത്ര പേരുണ്ട്? 8 പേര്. അവരാരൊക്കെയാണ് നോക്കാം നമുക്ക്. അതിൽ പ്രമുഖരാണ് സൂർദാസ്. ഓക്കെ, അതേപോലെ അഷ്ടചാപ് ആരാണ്? അഷ്ടചാപ് ക്രിയേറ്റ് ചെയ്തത്, അതിന്റെ സംസ്ഥാപകൻ ആരൊക്കെയാണ് നോക്കാം നമുക്ക്. പുഷ്ടി മാർഗ കാ ജഹാസ്
ഗോസ്വാമി വിട്ടൽനാഥ് സൂർദാസിനെ പുഷ്ടിമാർഗ് കാ ജഹാസ് എന്ന് പറഞ്ഞതാരാണ്? ഗോസ്വാമി വിട്ടൽനാഥ്. അതേപോലെ വാത്സല്യ രസ് കാ സമ്രാട്ട് आचार्य रामचंद्र शुक्ल. जीवनोत्सव का कवि आचार्य रामचंद्र शुक्ल. और ഗഞ്ചൻ നയൻ അമൃതലാൽ നഗർ. ഇതെല്ലാം സൂർദാസിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ GLTക്ക് ആണെങ്കിലും HSCക്ക് ആണെങ്കിലും ഒക്കെ ഈ സെയിം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി അഷ്ടചാപ് നോക്കൂ. മഹാപ്രഭു ശ്രീ വല്ലഭാചാര്യ ജിക്ക് എവം ഉൻകെ പുത്ര വിട്ടൽനാഥ്. വല്ലഭാചാര്യയുടെയും വിട്ടൽനാഥ് അദ്ദേഹത്തിന്റെ മകനായ വിട്ടൽനാഥും കൂടെ അവരുടെ രണ്ടുപേരുടെയും ശിഷ്യന്മാരെ യോജിപ്പിച്ച് അല്ലേ, ആ വല്ലഭാചാര്യയുടെ 4 ശിഷ്യന്മാരും വിട്ടൽനാഥിന്റെ 4 ശിഷ്യന്മാരും കൂടെ ചേർന്നിട്ടാണ് അഷ്ടജാപ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലുള്ള കവികൾ ആരൊക്കെയാ നോക്കാം നമുക്ക്. ശ്രീ വല്ലഭാചാര്യയുടെ ശിഷ്യൻ ആരൊക്കെ? കുംഭൻദാസ്, സൂർദാസ്, കൃഷ്ണദാസ്, പരമാനന്ദദാസ്. അതേപോലെ തന്നെ വിട്ടൽനാഥ് ജിയുടെ ശിഷ്യന്മാരാണ് ഗോവിന്ദസ്വാമി, ചിത്താസ്വാമി, നന്ദദാസ് ഓർ ചതുർഭുജദാസ്. ഈ കവികളൊന്ന് നോക്കി വെക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവി ആരാണ്? സൂർദാസ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് കവികൾ വിളിക്കുന്ന പേരുകൾ നമ്മളൊക്കെ രാഷ്ട്രജാബ് കാ ജഹാസ്, പുഷ്ടിമാർഗ് കാ ജഹാസ്, വാത്സല്യ രസ് കാ സമ്രാട്ട്. ഇതേ രീതിയിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന പേരുകൾ ബൈഹാർട്ടാക്കി വെക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഇവിടെ അഷ്ടജാബ് കാ ജഹാസ് എന്ന് ചോദിച്ചതിന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പുഷ്ടിമാർഗ് കാ ജഹാസ് എന്നായിരുന്നു ചോദിച്ചത്. ഓക്കെ, അപ്പം ആ ഭാഗങ്ങൾ ആ കവി സൂർദാസിനെ വിളിക്കുന്ന പേരുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നോക്കൂ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. कुंवर नारायण की किस रचना को व्यास सम्मान प्राप्त हुआ है? അദ്ദേഹത്തിന്റെ ഏത് രചനയ്ക്കാണ് വ്യാസ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്? इन दिनों आत्मजयी कोई दूसरा नहीं अपने सामने. ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, അതിന് ഓപ്ഷൻസ് തന്നെ നോക്കൂ. ഇതെല്ലാം ആരുടെ കൃതികളാണ്? കുവർ നാരായൺജിയുടെ കൃതികളാണ്. ഇതിൽ ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് വ്യാസ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് ചോദിക്കുന്നത്? ഏത് കൃതിക്കാണ്? യെസ്, കോയി ദൂസരാ നഹി, കോയി ദൂസരാ നഹി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് ഏത്? ആത്മജയ്. ഓക്കെ, നോക്കൂ, कुंवर नारायण समकालीन हिंदी कविता के महत्वपूर्ण कवि है. उन्हें व्यास सम्मान ഏത് വർഷം കിട്ടിയത് നോക്കൂ? 1995 में. ഏതിനാണ്? കോയി ദൂസരാ നഹി. അതേപോലെ തന്നെ പെഹ്ലാ വ്യാസ് സമ്മാൻ അത് ആർക്കാ ലഭിച്ചിരിക്കുന്നത്? കുവർ നാരായണന് 95ലാണ്. പെഹ്ലാ വ്യാസ് സമ്മാൻ ഏത് വർഷമായിരുന്നു? 91. ആർക്കാണ്? രാംവിലാസ് ശർമ്മ की भारत की प्राचीन भाषा परिवार और हिंदी അതിനാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഭാരതീയ ലേഖിക ഏതാണ്? ചിത്ര മുദ്ഗൽ. एक भारतीय लेखिका है जो प्रतिष्ठित व्यास सम्मान पाने वाली पहली भारतीय महिला है. ആരാണ് വ്യാസ് സമ്മാൻ ലഭിച്ചിരിക്കുന്ന ഫസ്റ്റ് മഹിള ആരാണ്? പെഹലി ഭാരതീയ മഹിള ആരാണ്? ചിത്ര മുദ്ഗൽ. പേര് മനസ്സിലായി ഓർത്തു വെക്കുക കേട്ടോ. ചിത്ര മുദ്ഗലിനാണ് ഫസ്റ്റ് വ്യാസ് സമ്മാനം കിട്ടിയത് കേട്ടോ. അങ്ങനെ മഹിള ആരെന്ന്? ലേഡി പുരസ്കാരം ലഭിച്ചത്. തെറ്റ്, അവിടെ പറയുന്നതിൽ മിസ്റ്റേക്ക് വന്നു. ഇവിടെ തന്നെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, പിന്നെ മൂന്നാമത്തെ നോക്കൂ. നമ്മുടെ ഭാരതത്തിൽ ഫസ്റ്റ് ആയിട്ട് ഭാരതീയ മഹിള ഫസ്റ്റ് വ്യാസ് സമ്മാനം കിട്ടിയ ഭാരതീയ മഹിള ആരാണ്? ചിത്ര മുദ്ഗൽ. പേര് ഓർത്ത് വെക്കുക. ചിത്ര മുദ്ഗൽ. ഏതാ വർഷം? 2003 കേട്ടോ. അപ്പം ഫസ്റ്റ് കിട്ടിയത് രാംവിലാസ് ശർമ്മ. അതേപോലെ കുവർ നാരായൺജിക്ക് 95ലാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ വ്യാസ് സമ്മാൻ ലഭിച്ച ആദ്യ മഹിള ആദ്യ മഹിള ആരെയാണ്? ചിത്ര മുദ്ഗൽ. ഓക്കെ, നോക്കൂ, അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതിയാം ഏതെല്ലാമാണ്? चक्रव्यूह, परिवेश, हम तुम, तीसरा सप्तक, अपने सामने,
कोई दूसरा नहीं इन दिनों आत्मजेयी वाचरवा के बहाने आकारों के आसपास आज और से पहले मेरे साक्षात्कार साहित्य के कुछ അന്തർവിഷയക് സന്ദർഭ്. ഓക്കെ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രമുഖ കൃതികളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. രാംചരിതമാനസ് കാ ചൗത്താ ഖാൻ കോൺസാ ഹെ? നമ്മളെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും രാംചരിതമാനസ് ഉണ്ട്, അതിന്റെ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും രാംചരിതമാനസ് ഉണ്ട്. അപ്പം ഒരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണേത്? രാംചരിതമാനസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? രാംചരിതമാനസില് ആരുടെ കൃതിയാണ്, അതിൽ എത്ര ഖാണ്ട് ഉണ്ട് അല്ലേ? അതിലെ സർഗങ്ങൾ എന്താണ് പറയുന്നത്? ഖാണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ആരാണ് എഴുതിയത്, എത്ര ഖാണ്ട് ഉണ്ട് എന്ന് നോക്കാം. അതിൽ ഏതൊക്കെ ഖാണ്ഡങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ചോദിച്ചത് എന്താണ്? ചൗത്താ ഖാണ്ട് കാ പേര് അല്ലെ? ചൗത്താ ഖാണ്ട് കോൺസാ ഹെ? ഉത്തർകാണ്ട്, സുന്ദർകാണ്ട്, അരണ്യകാണ്ട്, കിഷ്കിന്ധാകാണ്ട്. ഇതിൽ നാലാമത്തേത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7 കാണ്ഡങ്ങളുണ്ട് രാമചരിതമാനസിൽ. അതിൽ നാലാമത്തേത് ഏതാ? യെസ്, കിഷ്കിന്ധാകാണ്ടാണ് നാലാമതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം അത് നാലാമതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിൽ 7 എണ്ണം ഏതെല്ലാമാണെന്ന് അറിയണ്ടേ? നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഏതാണ്? ബാലകാണ്ട്, അയോധ്യാകാണ്ട് സെക്കൻഡ്, തേർഡ് ആരണ്യകാണ്ട്, ഫോർത്ത് കിഷ്കിന്ധാകാണ്ട്, ഫിഫ്ത്ത് സുന്ദർകാണ്ട് ആൻഡ് ലങ്കാകാണ്ട്. ലങ്കാകാണ്ട് എന്നാണ് യുദ്ധകാണ്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് വൺ ഉത്തർകാണ്ട്. ഏതൊക്കെയാണ് 7 എണ്ണം? ബാലകാണ്ട്, അയോധ്യാകാണ്ട്, ആരണ്യകാണ്ട്, കിഷ്കിന്ധാകാണ്ട്, സുന്ദർകാണ്ട്, ലങ്കാകാണ്ട് और उत्तरकांड. गोस्वामी तुलसीदास जी द्वारा रचित रामचरितमानस में 7 കാണ്ഡ് है. എത്ര കാണ്ടാണ്? 7 കാണ്ഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എത്ര കാണ്ഡുണ്ട്, അതിൽ ഏതൊക്കെ കാണ്ഡം ചോദിച്ചില്ലേ? ഇപ്പം ചൗത്താ ഖാൻ. അതേപോലെ ആരുടെയാണ്? ഗോസ്വാമി തുളസീദാസ് ജിയുടെ. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സർഗത്തിന്റെ പേര് ഖാണ്ട് എന്നാണ്. രാംചരിതമാനസ് ആരാണ് എഴുതിയിരിക്കുന്നത്? തുളസീദാസ്. തുളസീദാസിന്റെ മഹാകാവ്യമാണേത്? രാംചരിതമാനസ്. ആ കാണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നും ഓർത്തു വെക്കുക. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ओके, അതിനകത്ത് രാംചരിതമാനസിൽ തന്നെ छंदों की संख्या के अनुसार बालकांड और किष्किंधा कांड सबसे बड़े और छोटे कांड है. ഫസ്റ്റ് കാണ്ഡ് ഏതാണ്? ഏറ്റവും വലുത് ബാലകാണ്ഡാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഏറ്റവും ചെറിയ കാണ്ഡായിട്ട് ഏതാണ്? കിഷ്കിന്ധാ കാണ്ഡാണ് അറിയപ്പെടുന്നത്. ഓക്കെ, किष्किंधा कांड रामचरितमानस के सबसे छोटा कांड, छोटा अध्याय है. ओके, നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. विष्णु प्रभाकर द्वारा रचित विख्यात जीवनी आवारा मसीहा. अब क्वेश्चन തന്നെ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ ക്വസ്റ്റ്യൻസ്. विष्णु प्रभाकर द्वारा रचित आवारा मसीहा किसका जीवन चरित्र चित्रित किया गया है? അപ്പം ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? വിഷ്ണു പ്രഭാകർ ദ്വാര രചിത ജീവനി. ആരുടെ ജീവൻ? ആവാര മസീഹ. വിഷ്ണു പ്രഭാകറുടെ ജീവനി ഏതാണ്? ആവാര മസീഹ. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരുടെ ജീവനിയാണത്? ആരുടെ ജീവനിയാണെന്ന് ഇപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യനിലുള്ളത്? ശരത് ചന്ദ്ര ചട്ടോപാധ്യായ്, മോഹൻ രാകേഷ്, മുൻഷി പ്രേംചന്ദ് और ജയശങ്കർ പ്രസാദ്. ആരുടെ ജീവനിയാണ്? യെസ്, ശരത് ചന്ദ്ര ചട്ടോപാധ്യായ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയും ചോദിക്കാം, വിഷ്ണു പ്രഭാകർ ജിയുടെ ജീവനി ഏതാണെന്ന്. ഏതാണ്? ആവാര മസീഹ. ഇത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ആവാര മസീഹ ആരുടെ കൃതിയാണ്? വിഷ്ണു പ്രഭാകർ. ഇത് ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ജീവനിയിൽ ആരാണ് ആളെ? ആരുടെ ജീവനിയാണിത്? ശരത് ചന്ദ്ര ചട്ടോപാധ്യായ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് 3 രീതിയിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ, നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. उसकी आंखों से आंसू टपकते थे. उसकी आंखों से
आंसू टपकते थे। यहाँ आंखों से में प्रयुक्त कारक कौन सा है? എന്താണ് ക്വസ്റ്റ്യൻ? കാരക്. കാരക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരക് ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏത്? ഗ്രാമറിലെ കാരക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ വരിയിൽ ആസോസെ അല്ലെ, ആങ്കോസെ, ഇവിടെ ആങ്കോസേമേ പ്രയുക്ത കാരക്, ഇതിൽ ഏതാ കാരക്? ആങ്കോസെ എന്നുള്ളതിൽ എവിടെയാണ് കാരക് വരുന്നത്? സേ അല്ലേ, സേ ആണ്. ഈ സേ ഏത് കാരകത്തിൽ പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, സമ്പ്രദാൻ കാരക്, കരൺ കാരക്, അപാദാൻ കാരക്, അധികരൺ കാരക്. നമുക്കിപ്പോൾ ഇതിൽ ആൻസർ കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം കാരക് എന്താണെന്ന് അറിയണം അല്ലേ? അതോടൊപ്പം ഈ കാരകിൽ തന്നെ സമ്പ്രദാൻ കാരക്, കരൺ കാരക്, അപാദാൻ കാരക്, ഇതിൽ രണ്ട് കാരകില് സേ വരുന്നുണ്ട്. അതിലേതൊക്കെയാണ്? കരൺ കാരക് ഏതാണ്? സേ ആണ് വരുന്നത്. പ്രത്യയ അല്ലെ, കരൺ കാരകിന്റെ പ്രത്യയം ഏതാണ്? സേ ആണ്. അപാദാൻ കാരകിന്റെ പ്രത്യയം ഏതാണ്? സേ ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ഈ സേ രണ്ടെണ്ണത്തിലും ഏത് സേ ആണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അതിന് നമുക്ക് കരൺ കാരകോ അപാദാൻ കാരകോ എന്താണെന്ന് അറിയണ്ടേ? നോക്കൂ, നമുക്ക് ഇതിന് ആൻസർ ആദ്യം നോക്കാം. ഏതാണ്? അപാദാൻ കാരകാണ് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്നത്. അതെങ്ങനെയാ വന്നതെന്ന് നോക്കാം നമുക്ക്. ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് വന്നതാണ് എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ഓക്കെ, നിങ്ങൾ വിശദമായിട്ട് പോസ് നോക്കിയിട്ട് ഈ ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് ഓടിച്ചു പോവാം. ഓക്കെ, കാരണം നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇത്. ഓക്കെ, കാരകങ്ങൾ എത്ര പ്രകാരമുള്ളത്? 8. അതേതൊക്കെയാണ്? കർത്തകാരകിന്റെ പ്രത്യയം ഏതാണ്? ने, कर्म कारक खो, करण कारक से, संप्रदान कारक खो के लिए के वास्ते, एंड अपादान कारक से, संबंध कारक खा के खी, अधिकरण कारक में पर, और संबोधन कारक हे अरे. इनको कारक संज्ञा या सर्वनाम के जिस रूप से वाक्य के दूसरे शब्दों के साथ संबंध जाना जाए उसे कारक कहते हैं. ओके, നോക്കൂ, കാരകങ്ങൾ നോക്കൂ. ഇതിൽ നമുക്ക് ഏതാണ് എക്സാമിന് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്? സേ കാരകാണ്. ബാക്കിയുള്ള നിങ്ങൾ നോക്കാം, ഞാൻ ആ സേ കാരകിനെ കുറിച്ച് പറയാം. കരൺ കാരകാണ് ഒന്ന് വന്നിരിക്കുന്നത്. സേ അല്ലേ, അവിടെ കരൺ പേന കൊണ്ട് അല്ലെ, ചാക്കു സേ മാർത്താ ഹെ, ചാക്കു സേ പേന കൊണ്ട് കൊല്ലുന്നു, അവിടെയാണ് സേ വരുന്നത്, ചാക്കു സേ. അതേപോലെ തന്നെ കലം സേ ലിഖ്താ ഹെ, കലം കൊണ്ട് പേന കൊണ്ട് എഴുതുന്നു. അപ്പൊ അവിടെ കൊണ്ട് എന്ന് വരുന്നത് കാരണമായിട്ട് അല്ലെ, പേന കൊണ്ട് നമ്മൾ എഴുതുന്നു. അതേപോലെ കത്തിക്കൊണ്ട് നമ്മൾ മാർത്താ ഹെ കൊല്ലുന്നു അല്ലെ, അല്ലെങ്കിൽ ചാക്കുസി കാട്ടാ ഹെ, കത്തിക്കൊണ്ട് കട്ട് ചെയ്യുന്നു, മുറിക്കുന്നു. അപ്പൊ അത് കാരണമായിട്ട് വരും. കത്തിക്കൊണ്ട്, കൊണ്ട് എന്ന് വരുന്നത് കൊണ്ട് അത് കാരണമാണ്, കത്തി കാരണമാണ് നമ്മൾ അത് മുറിക്കുന്നത് അല്ലെ, പേന കാരണം നമ്മൾ എഴുതുന്നില്ല. ആ കാരണം കൊണ്ടായതുകൊണ്ടാണ് ഇവിടെ കരൺ കാരക് അല്ലെ, കാരണമാണ്, അല്ലെങ്കിൽ അത് കൊണ്ട് എന്നതിൽ അർത്ഥത്തിൽ ആ രീതിയിൽ വരുന്നത് കൊണ്ടാണ് കരൺ കാരകിൽ സി വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആ സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ കരൺ കാരക് എന്താണ്? അത് കൊണ്ട് നമ്മൾ ചെയ്യുന്നു, കൊണ്ട് എന്ന് വരും. അതില് പേന കൊണ്ട് എഴുതുന്നു, കത്തിക്കൊണ്ട് മുറിക്കുന്നു എന്ന രീതിയിൽ. പിന്നെ അടുത്ത സി എങ്ങനെയാ വരുന്നത്? അപാദാൻ കാരകിന്റെ പ്രത്യയാണെന്ത്? സേ. അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? തുലനാകർണ എന്താണ്? താരതമ്യം ചെയ്യുക. തുലനാകർണ താരതമ്യം ചെയ്യുക. എങ്ങനെ? वो मुझसे बड़ा है, രാഹുൽ സേ ബഡാ ഹെ രാം. അവര് തമ്മിൽ താരതമ്യം ചെയ്യുന്നതാണ്. രാഹുൽ സേ ബഡാ ഹെ, രാഹുലിനേക്കാൾ വലിയവനാണ്. അപ്പൊ രാഹുലിനേക്കാൾ, അപ്പൊ അവിടെ സേ വന്നു. അത് കൊണ്ട് എന്ന കാരണം കൊണ്ടല്ല. അപ്പൊ എന്താണ് ആൻസർ വരാ? അപാദാൻ കാരക്. ഓക്കെ, എക്സാമ്പിൾ ക്ലിയർ ആയല്ലോ. പേനയേക്കാൾ നല്ലത് പെൻസിലാണ് അല്ലേ, ആ രീതിയിൽ. നെക്സ്റ്റ്, ഡർനെ കാ ഭാവ്, പേടി.
ഡർനെ കാ ഭാവ് ആ ഒരു സെന്റൻസ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് പേടി തോന്നുന്നു. എങ്ങനെ? മേ സാപ് സേ ഡർത്താ ഹും. പാമ്പിനെ പേടിക്കുന്നു അല്ലെ. സാമ്പ് സേ ഡർത്താ ഹും. അപ്പം അവിടെ എന്ത് വന്നു? സേ വന്നു അല്ലേ. മേ കുത്തേ സേ ഡർത്താ ഹും അല്ലേ, നായയെ പേടിക്കുന്നു. ആ രീതിയിൽ വരുന്ന സേ ആണ് എന്ത്? അപാദാൻ കാരക സേ ആണത്. എക്സാമ്പിള്. പിന്നെ ഒരു എക്സാമ്പിൾ കൂടെ വരുന്നത് എന്താണ്? അലഗ് ഹോനെ കാ ഭാവ് പ്രകട് ഹോ. അലഗ് ഹോനെ കാ ഭാവ്, അലഗാവ്, അതെങ്ങനെയാണ്? ഒന്നിൽ നിന്നും അടർന്നു പോകുന്നു അല്ലെങ്കിൽ വിട്ടു പോകുന്നു എന്ന് നമുക്ക് തോന്നുക. ആ ഒരു സെന്റൻസ് വായിക്കുമ്പം ആ ഒരു സെന്റൻസിൽ അത് ഒന്നിൽ നിന്ന് വിട്ടു പോകുന്നതായിട്ട് തോന്നുന്നു. അതായത് പേട് സേ പത്ത ഗിർത്താ ഹെ, മരത്തിൽ നിന്നും ഇല വീഴുന്നു അല്ലേ. പേട് സേ പത്ത ഗിർത്താ, അത് പേട്ടിൽ നിന്നും ഇല വിട്ടു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ എന്താ വരുന്നത്? അപാദാൻ കാരക് സേ ആണ് അല്ലെ. അപാദാൻ സേ ആണ് വരുന്നത്, അപാദാൻ കാരക്. ഓക്കെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലും അതേപോലെ തന്നെയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനില്? ആക്കോസി ആസു ടപക്തേ ഹേ, കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റുന്നു. അപ്പൊ കണ്ണിൽ നിന്ന് കണ്ണുതുള്ളി വീഴുന്നത് അല്ലെ, കണ്ണുനീര് വീഴുന്നതാണ്, അതിൽ നിന്ന് വിട്ടു പോകുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? അപാദാൻ കാരക്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബാക്കിയുള്ള കാരകങ്ങൾ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കാട്ടോ. നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളത് റിപ്പീറ്റഡ് ആയിട്ട് റീഡ് ചെയ്യുക. സെയിം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഓരോ കാരകങ്ങളും വേറെ വേറെ ആയിട്ട് ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലിങ്ക് ഓൾറെഡി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഈ PVQൻ്റെ താഴെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കാരകങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പോവാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. കഹാനി നയി കഹാനി किसकी आलोचनात्मक रचना है? दूधनाथ सिंह की, नामोवर सिंह की, काशीनाथ सिंह की और महीप सिंह की. कहानी नई कहानी ഇത് ആരുടെ കൃതിയാണ്? യെസ്, നാമോവർ സിംഗ് की. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ കൃതിയാണേത്? കഹാനി നയി കഹാനി. नामोवर सिंह को कविता की नए प्रतिमान रचना के लिए वर्ष 1971 में साहित्य अकादमी पुरस्कार मिला. നോക്കൂ, കവിതാക്കി നയേ പ്രതിമാൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. അദ്ദേഹത്തിനത് സാഹിത്യ അക്കാദമി പുരസ്കാരം കൂടി ലഭിച്ചതാണ്. അപ്പം പുരസ്കാരം ലഭിച്ച വർഷം ചോദിക്കാം. അതേപോലെ തന്നെ അദ്ദേഹം നാമോവർ സിംഗിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു കൃതിയാണിത്, കവിതാക്കി നയേ പ്രതിമാൻ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. പിന്നെ അദ്ദേഹത്തിന് അന്യ കൃതികൾ ഏതൊക്കെയാണ്? കവിതാക്കി നയേ പ്രതിമാൻ, കഹാനി നയി കഹാനി, ഛായാവാദ്, ദൂസരി പരമ്പര കി ഖോജ്, അത് അദ്ദേഹത്തിന്റെ ആലോചനയാണ്. പിന്നെ ബഗ്ലം ഖുദ്, ആലോചക് മുക്സി, പ്രേംചന്ദ് और भारतीय समाज, മഹാദേവി और पंत, ഈ വ്യാഖ്യാനാണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അതേപോലെ തന്നെ കവിതാക്കി നയ പ്രതിമാൻ, അത് മറന്നുപോകാതെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, നോക്കൂ അടുത്തത്. മഹാഭോജ് ഉപന്യാസ് की रचना किसने की? മഹാഭോജ്, ഇത് 1-2 പ്രാവശ്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചതാട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. മഹാഭോജ് ഉപന്യാസ് की रचना किसने की? ജൈനേന്ദ്ര, മനു ഭണ്ഡാരി, യശ്പാൽ और ഭീഷ്മ സഹാനി. ആരാണ് മഹാഭോജ് എഴുതിയിരിക്കുന്നത്? ആരുടെ കൃതിയാണ് മഹാഭോജ്? മനു ഭണ്ഡാരി ജി. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാ നോക്കാം. മനു ഭണ്ഡാരി ഹിന്ദി की सुप्रसिद्ध कहानीकार थी. അദ്ദേഹത്തിന്റെ കഹാനി സംഗ്രഹം ഏതൊക്കെയാണ്? മേ ഹാർ ഗയി, ഏതാണ്? 1957. तीन निगाहों की एक तस्वीर 1959. അതേപോലെ യഹി സച്ച് ഹൈ 1966. एक प्लेट സേലാബ് 1968. ഇത് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. एक प्लेट സേലാബ് ആരുടേതാണ്? ഓക്കെ, അതേപോലെ ത്രിശങ്കു 1978. അദ്ദേഹത്തിന്റെ ഉപന്യാസം ഏതൊക്കെയാണ്? एक इंच മുസ്കാൻ, ആപ്കാ ബണ്ടി, ഇതറിയാലോ. ആപ്കാ ബണ്ടി എന്ന് പറയുമ്പോൾ തന്നെ പേര് എപ്പോഴും മനസ്സിൽ വയ്ക്കുക, മനു ഭണ്ഡാരി. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ആപ്കാ ബണ്ടി. അതേപോലെ കൽവ,
महाभोज स्वामी. ओके ओके, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. അകർമ്മ ക്രിയ का प्रयोग किस में है? അകർമ്മ ക്രിയ. അകർമ്മക്രിയയുടെ കൂടെ വേറൊരു ക്രിയയും കൂടെ എപ്പോഴും ഓർത്ത് വയ്ക്കും. ഏതാണ്? സകർമ്മക ക്രിയ. ക്രിയ രണ്ട് വിഭാഗമാണ്. ഏതൊക്കെയാ? സകർമ്മക്രിയ, അകർമ്മക്രിയ. ഇവിടെ അകർമ്മക്രിയയാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഇതിൽ ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. वह रोज पैदल ही चलता है. वह रोज कड़ी मेहनत करता है. वह रोज पौधों को सींचता है. वह रोज खाना बनाता है. എന്താണ്? വഹ് റോസ്, അവർ ദിവസവും പൈദൽ ഹി ചൽത്താ ഹെ, അല്ലേ? പൈദൽ ചൽത്താ ഹെ എന്നാ നടന്നു പോകുന്നു. കടി മെഹനത് കർത്താ ഹെ, വളരെയധികം അധ്വാനിക്കുന്നു. പൗധോം കോ സീച്ച്താ ഹെ, ചെടിയെ ശുശ്രൂഷിക്കുന്നു അല്ലെങ്കിൽ ചെടി നനയ്ക്കുന്നു, അല്ലേ? ചെടിയെ നോക്കുന്നു. വഹ് റോസ് ഖാന ബനാത്താ ഹെ, ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇതിൽ അകർമ്മക ക്രിയ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും അകർമ്മക്രിയ? അല്ലേ? അകർമ്മക്രിയ ഏതാണ്? ചൽത്താ ഹെ. ഇതാണ് അകർമ്മക ക്രിയ ആയിട്ട് വരുന്നത്. ഇതെല്ലാം എന്താണ്? സകർമ്മകമാണ്. എങ്ങനെയാ അകർമ്മകം സകർമ്മകം തിരിച്ചറിയുന്നത്? എങ്ങനെയാ നമ്മൾ അകർമ്മകം സകർമ്മകം തിരിച്ചറിയാം? ഒരു സെന്റൻസ് വായിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ സെന്റൻസിലെ ക്രിയയോട് കൂടി ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലേ? वह रोज पौधों को सींचता है, ले आरे आरे सींचता है, എന്തിനെ सींचता है, എന്തിനെ, ले എങ്ങനെ എന്തിനെ ശുശ്രൂഷിക്കുന്നു, ले അല്ലെങ്കിൽ ആരെ ശുശ്രൂഷിക്കുന്നു? ആരെയാ? ആൻസർ കിട്ടുന്നുണ്ട്. എന്തിനാണ്? പൗധോं को. അപ്പൊ അതെന്ത് ക്രിയയാണ്? സകർമ്മക ക്രിയയാണ്. പക്ഷെ അകർമ്മക ക്രിയയോട് കൂടി നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല. നോക്കൂ, ആരെ നടക്കുന്നു, എന്തിനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടില്ല. പക്ഷെ ആര് എന്ന് ചോദിച്ചാൽ പിന്നെയും കിട്ടും. പക്ഷെ ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് ആൻസർ കിട്ടില്ല. അതുകൊണ്ടാണ് അത് എന്തായി മാറുന്നത്? ചൽന, ചൽത്താ ഹെ, അത് അകർമ്മകമായി മാറുന്നത്. നോക്കാം, കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതൊക്കെയാണ് അകർമ്മകത്തിൽ വരുന്നത്, ഏതൊക്കെയാണ് സകർമ്മകത്തിൽ വരുന്നത്? എക്സാമ്പിൾസ് നോക്കൂ. അകർമ്മക ക്രിയയുടെ എക്സാമ്പിൾസ് ആണ് ആ മീൻസ് ആന, വരുക, ജ ജാന, പോവുക, ധൗഡ് ഓടുക, ചഡ് കയറുക, ഉഡ് എഴുന്നേൽക്കുക, ചൽ നടക്കുക, ഉത്തർന എന്താണ്? ഇറങ്ങുക, ടഹർ സ്റ്റേ ചെയ്യുക നിൽക്കുക, ബൈറ്റ് ഇരിക്കുക, ഗിർ വീഴുക, റോ റോണ അതായത് കരയുക, സോ സോന ഉറങ്ങുക. ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണം. അകർമ്മക്രിയകൾ ഉദാഹരണങ്ങളാണ്. സാധാരണ കോമൺലി വരുന്ന ഉദാഹരണങ്ങളാണിത്. ഇതിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുകയും ചെയ്യുക കേട്ടോ. വളരെ ഉള്ളോട്ട് പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സകർമ്മക്രിയ. സകർമ്മക്രിയക്ക് ഏതൊക്കെ എക്സാമ്പിൾസ് വരുന്നത്? പട് പഠിക്കുക, ലിഖ് എഴുതുക, ബേജ്ന സെൻഡ് ചെയ്യുക, ദേഖ്ന കാണുക, സുൻ കേൾക്കുക, ഖാ ഖാന കഴിക്കുക, ഖരീദന വാങ്ങുക, ബേജ്ന സെൽ ചെയ്യുക വിൽക്കുക, പി പീന കുടിക്കുക, ബനാന അല്ലേ നിർമ്മിക്കുക ഉണ്ടാക്കുക, ദേ ധേന നൽകുക, ഖർ ഖർന നമ്മൾ ചെയ്യുക അല്ലെ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ്? സകർമ്മക്രിയയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈ എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കാം. അപ്പൊ ഈ എക്സാമ്പിൾസിൽ നിന്നൊക്കെ തന്നെയായിരിക്കും അധികം ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക സകർമ്മക്രിയ എന്താണ്, അകർമ്മക ക്രിയ എന്താണ് എന്നുള്ളത്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഉസ്നെ കഹാ കി मैं निर्दोष हूँ. उसने कहा कि मैं निर्दोष हूँ. ये किस वाक्य भेद में आता है? ഏത് വാക്യത്തിലാണ് വരുന്നത്? സരൾ വാക്യമാണോ, പ്രശ്നവാക്യമാണോ, മിശ്രവാക്യമാണോ, അല്ലെങ്കിൽ സംയുക്ത വാക്യമാണോ? ഇതേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. നോക്കാം. അപ്പം ഈ വാക്യങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഗ്രാമർ പോർഷൻസ് അധികം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കരൺ കാരക് ഓക്കെ കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. ഇതിൽ ഏത് വാക്യം? ഉസ്നെ കഹാ കി മേ നിർദോഷ് ഹൂ. ഇതിൽ ഏത് ആൻസർ വരാ? യെസ്,
മിശ്രവാക്യമാണ് കേട്ടോ. മിശ്രവാക്യമാണ് ഇത്. നോക്കാം എന്താണ് മിശ്രവാക്യം അല്ലെങ്കിൽ सरल वाक्य എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. रचना के अनुसार वाक्य 3 प्रकार के होते हैं. साधारण वाक्य അതാണ് सरल वाक्य, मिश्र वाक्य, संयुक्त वाक्य. അപ്പോൾ ഓരോന്ന് ഏതൊക്കെയാ നോക്കാം. सरल वाक्य എന്താണ്? आज राम नहीं आया, ഇന്ന് രാമൻ വന്നില്ല. അതാണ് സാധാരണ വാക്യമാണ്. ഒരൊറ്റ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് മാത്രമാണ് सरल वाक्यയിൽ വരുന്നത്. പിന്നെ मिश्र वाक्यो वो कौन सा मनुष्य है जिसने राजा महाबली का नाम न सुना हो. അത് ഏതൊരു മനുഷ്യനാണ് മഹാബലിയുടെ പേര് അറിയാത്ത ആള് അല്ലേ? ന സുനാഹോ, കേൾക്കാത്ത ആള്. ഇത് ഒന്നിൽ കൂടുതൽ സെന്റൻസ് വന്നു അല്ലേ? ഒരു നോക്കൂ എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കൂ. ഇത് 2 സെന്റൻസ് ആക്കാൻ പറ്റില്ല നമുക്ക്. നോക്കൂ, വഹ കൗൻ സാ മനുഷ്യ ഹേ ജിസ്നെ രാജ മഹാബലി കാ നാം ന സുനാ ഹോ. ഇത് നമ്മൾ 2 രീതിയിൽ 2 സെന്റൻസ് ആക്കുന്ന സമയത്ത് ഫസ്റ്റ് സെന്റൻസ് ഓക്കെ, വഹ കൗൻ സാ മനുഷ്യ, അത് ഏത് മനുഷ്യനാണ്, ശരിക്കും ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആണ്. പക്ഷേ രണ്ടാമത്തെ സെന്റൻസ് ഒറ്റയ്ക്ക് നിലനിർത്തില്ല. എങ്ങനെ? ജിസ്നെ രാജ മഹാബലി കാ നാം ന സുനാഹോ, അത് അശ്രിതമായ വാക്കാണ്. അതായത് ഇത് ഇല്ലെങ്കിൽ ഇതിന് നിലനിൽപ്പില്ല, അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേക അർത്ഥമില്ല. അപ്പൊ നോക്കൂ, വ കോൻസാ മനുഷ്യ, അതൊരു സാധാരണ വാക്യമാണ്. ജിസ്നെ രാജ മഹാബലി കാ നാം ന സുനാഹോ, അതെന്ത് വാക്യമാണ്? അശ്രിത വാക്കാണ്, ഇതിന്റെ കൂടെ നിൽക്കുന്ന വാക്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്യാണ് ഇത് മിശ്രവാക്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി സംയുക്ത വാക്യ. मोहन 4वीं कक्षा में पढ़ता है और उसकी बहन शीला 7वीं कक्षा में पढ़ती है. ഈ ഒരു സെന്റൻസിൽ ഇത് സംയുക്ത വാക്യം എങ്ങനെയാണ്? 2 സരൾ വാക്യങ്ങൾ ചേർന്നതാണ് എന്ത്? സംയുക്ത വാക്യങ്ങൾ. ഇതിനെ നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ 2 വാക്കായിട്ട് കിട്ടും. രണ്ടും എന്താണ്? സാധാരണ സരൾ വാക്യമാണ്. അതിന് രണ്ടിനെയും യോജിപ്പിക്കുന്നത് ഏതാണ് അല്ലേ? ഈ ഔർ, ഏവം, കിന്തു, അപിതു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാക്കുകളുണ്ട്. ഇവയാണ് ഈ സാധാരണ സംയുക്ത വാക്യങ്ങൾ. 2 സാധാരണ വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് സംയുക്ത വാക്യമാക്കി മാറ്റുന്നത്. ഓക്കെ, ഏറ്റവും സിമ്പിളാണ് ഈ വാക്യങ്ങൾ പഠിക്കാൻ. सरल वाक्य, मिश्र वाक्य, संयुक्त वाक्य. सरल वाक्य എന്ന് പറയുന്നത് നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും. 2 സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിച്ച വാക്കുകളായിരിക്കും സംയുക്ത വാക്യ അല്ലേ? ഈ സംയുക്ത വാക്യയിലെ 2 വാക്യങ്ങൾ നമുക്ക് വേർതിരിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ മിശ്രവാക്യം നമുക്ക് അങ്ങനെ വേർതിരിച്ച് മാറ്റാൻ പറ്റില്ല. അതിൽ ഒരു സാധാരണ വാക്യമായിരിക്കും, മറ്റേത് അതിനെ ആശ്രയിച്ചിട്ടുള്ള വാക്യമായിരിക്കും. അതുകൊണ്ട് മിശ്രവാക്യം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഭാഗം ക്ലിയർ അല്ലേ? എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. छायावाद को रहस्यवाद की सौंदर्यमयी व्यंजना किसने पुकारा? जयशंकर प्रसाद, महादेवी वर्मा, राम कुमार वर्मा और मिश्र बिंदु. എന്താ ചോദിച്ചേ? रहस्यवाद की सौंदर्यमयी व्यंजना किसने कहा? जयशंकर प्रसाद ने. അപ്പൊ ഛായാവാദ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഛായാവാദിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു വാദങ്ങളാണ് ഏതൊക്കെ? പ്രഗതിവാദ്, പ്രയോഗവാദ്, ഹാലാവാദ്. ഓക്കെ, അതിലുള്ള കവികളെ കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഈ ഓരോ ഭാഗങ്ങളെ കുറിച്ചും കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, വാദങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട് അഖേജിയുടെ. ഓക്കെ, നോക്കാം നമുക്ക്. ഇതിലാരാണ്? छाया रहस्यवाद की सौंदर्यमय व्यंजना, जयशंकर प्रसाद जी. छायावाद हिंदी साहित्य के रोमांटिक उत्थान की वह काव्य धारा है जो लगभग 1980 से 1936 तक की प्रमुख युगवाणी रही है. ഇതിൽ എന്താണ് ഇമ്പോർട്ടന്റ്? 1918 से 1936. ഛായാവാദിന്റെ സമയം ചോദിക്കാറുണ്ട് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഛായാവാദിന്റെ സമയം. അതേപോലെ ഛായാവാദിലെ 4 സ്തംഭങ്ങൾ ആരൊക്കെയാണ്? ഛാ സ്തംഭ് ആരൊക്കെയാണ്? മഹാദേവി വർമ്മ, സൂര്യകാന്ത് ത്രിപാഠി നിരാല, ജയശങ്കർ പ്രസാദ് ഓർ സുമിത്രാനന്ദ് പന്ത്. അതേപോലെ തന്നെ ഇത് ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ഇവരെ 4 പേരുടെയും പ്രധാന കൃതികൾ, ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ കൃതികൾ നോക്കുക, അവരുടെ മഹാകാവ്യങ്ങളും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഛായാവാദിന്റെ ജനകമായിട്ട് ആരറിയപ്പെടുന്നത്?
ജയശങ്കർ പ്രസാദ്. ഓക്കെ, അതേപോലെ അദ്ദേഹത്തിന്റെ മഹാകാവ്യം ഏതാണ്? കാമായനി. ഏതാണ്? കാമായനി. പിന്നെ आचार्य रामचंद्र शुक्ल ने छायावाद का आरंभ 1918 से 1918 माना है. ओके, छायावाद के नामकरण का श्रेय ആർക്കാക്ക് ലഭിക്കുന്നത്? ഇത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. മുകുട്ധർ പാണ്ഡെ, അദ്ദേഹത്തിന്റെ ശാരദാ പത്രികത്തിലാണ് ഇത് ആദ്യമായിട്ട് നോട്ട് ചെയ്ത് വന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ശ്രീ ശാരദാ പത്രികയിൽ കേട്ടോ हिंदी में छायावाद नामक 4 निबंधों की एक लेखमाला പ്രകാശിത് കീതി. അപ്പൊ ഇവിടെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്? ഛായാവാദിന്റെ ടൈം 1980 1936. അതേപോലെ തന്നെ ഛായാവാദിന്റെ നാമം ആരാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്? ഛായാവാദ് എന്നുള്ള നാമകരണം മുകുട്ധർ പാണ്ഡെ. ഏതിലാണ്? അദ്ദേഹത്തിന്റെ പത്രിക ശാരദാ പത്രികയിൽ. ഓക്കെ, ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് 3 രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്, ഓർത്ത് വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഛായാവാദിന്റെ പ്രവൃത്തിയാം, ഇതും നോട്ട് ചെയ്ത് വെക്കാം, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഛായാവാद की कविता के लिए कोई भी वस्तु काव्य विषय बनने के लिए उपयुक्त थी. इसी स्वच्छंदवादी प्रवृत्ति के फलस्वरूप ഛായാവാद की काव्य में सौंदर्य और प्रेम चित्रण അല്ലേ, ഇവിടത്തൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് വരാറുള്ളത് കേട്ടോ. प्रकृति चित्रण, राष्ट्र प्रेम, रहस्यात्मकता, वेदना और करुणा, वैयक्तिक सुख दुख, अतीत प्रेम, कलावाद, प्रतीकात्मकता और लक्षणिकता, अभिव्यंजना आदि सभी प्रवृत्तियां मिलती है. ഇതിൽ ഏതൊക്കെയാണ്? ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് ഇതിൽ ഏതാ പെടാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വേറെ ഒന്ന് ഇതിൽ നിന്ന് എടുത്തിട്ട് വേറെ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് ഛായാവാദിന്റെ പ്രവൃത്തി എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഛായാവാദ് ഒരു ഇമ്പോർട്ടന്റ് ആണ്, അത് വളരെ ഗൗരവത്തോടെ പഠിച്ചു വെക്കാം. ഓക്കെ, നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പട്നാവതി समय का संबंध किस ग्रंथ से है? എന്താണ് समय का संबंध? ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? നോക്കാം എക്സാമ്പിൾസ്. ഗുമാൻ രാസോ, ബിസൽദേവ് രാസോ, പൃഥ്വിരാജ് രാസോ, പരമാൽ രാസോ. ഇതിൽ സമയത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടുള്ളത് ഏതാണ്? ഏത് രാസോ ഗ്രന്ഥമാണ്? യെസ്, പൃഥ്വിരാജ് രാസോ. ഓക്കെ, പൃഥ്വിരാജ് രാസോയിൽ എത്ര സമയമാണ്? 69. और എത്ര ചന്ത് ഏതാണ്? 68 ചന്ത്, 69 സമയം. ഓക്കെ, മറന്നു പോരുത് കേട്ടോ. ओके, അടുത്ത क्वेश्चन. विशेषण का सही प्रयोग कौन सा है? बड़ा सभा, बड़ी बीट, बड़ा दुनिया और बड़ी पेड़. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്? ബഡി ബീഡ്. എന്തുകൊണ്ടാണ് ബീഡ് ചേർത്തത്? കാരണം ബീഡ് സ്ത്രീലിംഗാണ്. അപ്പം ബഡി ബീഡ്. इन्हें അടുത്ത क्वेश्चन. उत्तम पुरुष सर्वनाम का प्रयोग किस वाक्य में है? उत्तम पुरुष सर्वनाम का प्रयोग किस वाक्य में है? उसने पढ़ा, आपने पढ़ा, हमने पढ़ा और तुमने पढ़ा. उत्तम पुरुष ഏതൊക്കെയാണ്? മേ और हम ആണ് ഉത്തം പുരുഷ വരുന്നത്. हमने पढ़ा ഏതാ ആൻസർ? हमने पढ़ा. ഇതിൽ ഒന്നെങ്കിൽ മേ അല്ലെങ്കിൽ ഹം ആയിട്ടാണ് ഇത് വരുന്നത്, ഉത്തം പുരുഷ്. ഓക്കെ, നോക്കൂ, പുരുഷവാചക് സർവനാം. ഏതൊക്കെ സർവനാം എത്ര എണ്ണുണ്ട്? 6 എണ്ണാണ്. ഏതൊക്കെയാണ്? പുരുഷവാചക് സർവനാം, നിശ്ചയവാചക്, അനിശ്ചയവാചക്, സംബന്ധവാചക്, പ്രശ്നവാചക് और നിജവാചക്. ഈ ഭാഗങ്ങളൊക്കെ ഇതിൽ ഉത്തം പുരുഷ ഏതൊക്കെയാ വരുന്നത്? മേ ഓർ ഹം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കാം. ബാക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങൾ റീഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഞാൻ സർവനാമങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ഇതിന് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒറ്റ മിനിറ്റ് ഒന്ന് ബാക്കടിക്കട്ടെ. സർവനാമങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ഇതിൽ വളരെ കൃത്യമായി ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തം പുരുഷ്. ഉത്തം പുരുഷിൽ ഏതൊക്കെയാണ് വരുന്നത്?
മേ ഓർ ഹം, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അത് ഭാഗം റീഡ് ചെയ്യുക. ഓക്കെ, എല്ലാ ഭാഗങ്ങളും ഏതൊക്കെയാണ് അതിൻ്റെ സിമ്പിൾസ് വരുന്നത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അനിശ്ചയവാചകത്തിലെ സംബന്ധവാചകത്തിലൊക്കെ ഏതൊക്കെയാണ് വരുന്നത് പ്രത്യേകമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. सहना आया है, लाओ जो रुपये रखे हैं उसे दे दो, किसी तरह गला तो छूटे. ഏതിലെ വരികളാണിത്? പൂസ്കി രാത് കഹാനി കാ പ്രസ്തുത അംശ. ഇത് ആരാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത് എന്നാ ചോദിച്ചത്. കിസ്നെ കിസ്സെ കഹാ ഹെ, ആരോട് പറഞ്ഞു? നോക്കൂ, ഈ ഇൻവേർട്ടഡ് കോമയിൽ വരുന്ന ഈ വാക്കുകൾ അല്ലേ, ഇത് ആരോട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ആരോട് പറഞ്ഞിട്ടിരിക്കുന്നത്? ഹൽക്കൂനെ മുന്നീസെ, മുന്നീനെ ഹൽക്കൂസെ, മുന്നീനെ ജബ്രാസെ ഓർ ഹൽക്കൂനെ ജബ്രാസെ. ഇത് ആരോട് പറഞ്ഞിരിക്കുന്നതാണ്? ഹൽക്കൂനെ മുന്നീസെ അല്ലേ, ഹൽക്കു മുന്നിയോട് പറഞ്ഞ വാക്കുകളാണിത്. പ്രേംചന്ദിന്റെ കഹാനികൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രേംചന്ദ് നിർബന്ധമാണ്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപന്യാസമായിരിക്കും അല്ലെങ്കിൽ കഹാനിയായിരിക്കും. 2 പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം 2ഉം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്രാവശ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടാകും. ഇപ്രാവശ്യം കഹാനി വന്നു, ഇനി അടുത്ത ഉപന്യാസം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? പ്രേംചന്ദിന്റെ ഉപന്യാസങ്ങളും അദ്ദേഹത്തിന്റെ കഹാനികളും അതോടൊപ്പം ആ കഹാനിയിലെ പ്രമുഖ പാത്രങ്ങളും ഉപന്യാസത്തിലെ പ്രമുഖ കഥാപാത്രങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അതേപോലെ അതിന്റെ പ്രതിപാദ്യം പഠിച്ചിരിക്കണം. ഓരോ ഉപന്യാസത്തിന്റെ പ്രതിപാദ്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. हजारी प्रसाद द्विवेदी का निबंध संग्रह इसमें कौन सा है? हजारी प्रसाद द्विवेदी का निबंध संग्रह इसमें कौन सा है? प्रबंध प्रतिभा, फिर निराशा क्यों, सोच विचार और वितर्क. ഏതാണ്? യെസ്, വിചാർ ഓർ വിതർക്കാണ് പ്രസാദ് ജിയുടെ, ഹസാരി പ്രസാദ് ദ്വിവേദി ജിയുടെ നിബന്ധ സംഗ്രഹ. ഓക്കെ, നോക്കൂ, പ്രബന്ധ പ്രതിഭ ആരുടെയാണ്? ബാക്കിയുള്ള ഈ കൃതികൾ ആരുടെയാണ് നോക്കണ്ടേ? പ്രബന്ധ പ്രതിഭ ആരുടെയാണ്? സൂര്യകാന്ത് त्रिपाठी निरालयയുടെ. फिर निराशा क्यों, बाबू गुलाब राय. सोच विचार जैनेन्द्र कुमार और विचार और वितर्क हजारी प्रसाद द्विवेदीയുടെ. ओके, നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. कभी कुछ ऐसे तान सुनाओ जिससे उथल पुथल मच जाए. किस कवि की पंक्तियां है? എന്താ പറഞ്ഞിരിക്കുന്നത്? കവി കുച്ച് ऐसे താൻ സുനാവോ ജിസ്സെ ഉഥൽ പുഥൽ മച്ച് ജായേ. നോക്കൂ, മക്കൻലാൽ ചതുർവേദി, മൈഥിലി ശരൺ ഗുപ്ത, ബാലകൃഷ്ണ ശർമ്മ നവീൻ और ജയശങ്കർ പ്രസാദ്. ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ഏത് കവിയുടെ പങ്ക്തിയാണ്? ബാലകൃഷ്ണ ശർമ്മ നവീൻ ജിയുടെ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ओके, അടുത്ത क्वेश्चन നോക്കൂ. एक ही शब्द के दो अर्थ किस अलंकार की विशेषता है? നോട്ട് ചെയ്യാ. एक ही शब्द के दो अर्थ ഏത് അലങ്കാരത്തിന്റെ വിശേഷതയാണ്? ഏത് അലങ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്? ഏതാണ്? ശ്ലേഷ അലങ്കാർ. ഏതാണ്? ശ്ലേഷ അലങ്കാരാണ് കേട്ടോ. ഇത് മറന്നു പോവരുത്, നോട്ട് ചെയ്ത് വെക്കണേ. അതേപോലെ തന്നെ ബാക്കിയുള്ള അലങ്കാരങ്ങൾ ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. യമക അലങ്കാർ എന്താണ്? അതിന്റെ വിശേഷത എന്താണ്? जब एक शब्द का प्रयोग 2 बार होता है, ഒരേ വാക്കുകൾ 2 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പോഴും दोनों बार उसके अर्थ अलग अलग हो, ആ 2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും അതിന്റെ മീനിങ്ങിൽ വ്യത്യാസം വരാം. എന്താണ്? अर्थ अलग अलग होते हैं तब यमक अलंकार होता है. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം ഇപ്പം ചോദിച്ച പോലെ അലങ്കാരന്റെ വിശേഷതയായിട്ട് ചോദിക്കാം. എന്താണ്? 2 വാക്ക് റിപ്പീറ്റ് ചെയ്ത് വരാം. ആ 2 വാക്കും ഡിഫറെന്റ് മീനിങ് ആയിരിക്കും. അതാണ് യമക്. ഇനി അടുത്ത ശ്ലേഷ അലങ്കാരം എന്താ? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ?
जहां पर कोई एक शब्द एक ही बार आता है लेकिन उस शब्द के अर्थ भिन्न निकलते हैं, അർത്ഥം വ്യത്യസ്തമാണ് അല്ലേ? तो वहां पर എന്താണ് श्लेष अलंकार होते हैं. उत्प्रेक्षा എന്താണ് जहां उपमेय में उपमान होने की संभावना या कल्पना की जाती है അല്ലേ? എന്താണ് उत्प्रेक्षा? അത് താനെ ഇല്ലയോ ഇത് എന്ന് അല്ലേ ആശങ്ക വരുന്നതാണ് അല്ലേ? അത് താനെ ഇല്ലയോ ഇതെന്ന് ആശങ്ക വരുന്നതാണ് എന്ത് उत्प्रेक्षा. उपमालंकार എന്താണ്? അതിന് उसका मतलब होता है तुलना. जब किसी व्यक्ति की या वस्तु की तुलना दूसरे व्यक्ति या दूसरे वस्तु से की जाती है അല്ലേ? ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് എന്ന് ഉപമിക്കുന്നതാണ് എന്ത് ഉപമാലങ്കാർ. ഉത്പ്രേക്ഷ എന്താണ്? അതിൽ സംശയം പറയുന്നതാണ് ഉത്പ്രേക്ഷ അല്ലേ? ആശങ്കയാണ് എന്ത് ഉത്പ്രേക്ഷ വരുന്നത്. ഓക്കെ, നോക്കൂ അടുത്തത് रूपक अलंकार. जहां उपमेय में उपमान का आरोप किया जाए वहां रूपक अलंकार होता है. ओके, समानता के कारण उपमेय में ही उपमान का अभेद आरोप कर दिया जाता है, वहां रूपक अलंकार होता है. गुण की अत्यंत समानता दिखाने के लिए उपमेय और उपमान को अभिन्न अर्थ एक कर दिया जाता है. എന്താണ് ഇത് ചുരുക്കി ഞാൻ പറയാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് അല്ലേ? തുമാരാ ചെഹറ ചന്ദ്രമാ ജേസി ഹേ അല്ലെങ്കിൽ ജേസി ഹേ എന്ന് പറയുമ്പോൾ എന്തായി ഉത്പ്രേക്ഷയായി. പക്ഷേ തുമാരാ ചെഹറ ചന്ദ്രമാ ഹി ഹേ നിന്റെ മുഖം ചന്ദ്രനെ പോലെയാണ് അല്ലെങ്കിൽ നിന്റെ മുഖം ചന്ദ്രൻ തന്നെയാണ് ആ രീതിയിൽ പറയുന്നത്. അത് തന്നെയാണ് എന്ന് പറയുന്നതാണ് എന്ത് നിന്റെ മുഖം ചന്ദ്രനെ പോലെയാണ് അല്ലെങ്കിൽ ചന്ദ്രമാ ജൈസാ ഹേ എന്ന് പറയുന്ന പോലെ തുമാരി ചെഹറ ചന്ദ്രമാ ഹേ അല്ലേ? ആ രീതിയിൽ പറയുന്നതാണ് രൂപക് അലങ്കാർ. അത് തന്നെയാണ് എന്ന് അതിൽ രണ്ട് തമ്മിൽ വ്യത്യാസമില്ല. നിന്റെ മുഖവും ചന്ദ്രനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന രീതിയിൽ പറയുന്നതാണ് എന്ത് രൂപക് അലങ്കാർ. ഓക്കെ, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ അലങ്കാരങ്ങൾ ക്ലിയർ അല്ലേ? അലങ്കാരങ്ങൾ നോക്കി വെക്കുക, എക്സാമിന് വരുന്നുണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാത്തിലും വരുന്നുണ്ട്. GLTക്ക് HSCക്ക് ഒക്കെ അലങ്കാരങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ യമകാണ് കൂടുതൽ പ്രാവശ്യം വന്നത് കേട്ടോ. നോക്കൂ അടുത്തത്. കിസ് ആലോചക് ने भक्ति को धर्म का रसात्मक रूप कहा है? किस आलोचक ने धर्म का रसात्मक रूप कहा है? എന്തിനെ? भक्ति को. आचार्य हजारी प्रसाद द्विवेदी, जैनेन्द्र, रामकुमार वर्मा और आचार्य रामचंद्र शुक्ल. ആരാണ് പറഞ്ഞത് ഭക്തി കോ ധർമ്മ കാ രസാത്മക് രൂപ്? ആചാര്യ രാമചന്ദ്ര ശുക്ല. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, കവിപ്രിയ കെ രചനാകാർ കോൻ ഹേ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കേശവദാസിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കവിപ്രിയ കെ രചനാകാർ കോൻ ഹേ? ആരാണ്? കേശവദാസ്. മറന്നു പോവരുത് കേട്ടോ. केशवदास की प्रमाणिक ग्रंथ एत्रയാണ് 9 है. रसिक प्रिया, कवि प्रिया, नक्षिक, चंदमाला, वी सिंह देव चरित, रत्न भावनी, विज्ञान गीता और जहांगीर जस चंद्रिका. അതിൽ रसिक प्रिया केशवदास की प्राउड रचना है जो काव्यशास्त्र संबंधी ग्रंथ है. ഏതാണത്? रसिक प्रिया काव्यशास्त्र संबंधी ग्रंथ है. ओके, नेक्स्ट क्वेश्चन. सुदामा पांडे किस कवि का वास्तविक नाम है? सुदामा पांडे, प्रसाद, पंत, अखे और धूमिल. ആരുടെയാണ് സുദാമ പാണ്ഡെ? ആരുടെ പേരാണ്? ധൂമിൽ. ആരുടെ പേരാണ്? ധൂമിലിൻ്റെതാണ്. നോക്കൂ, അതേപോലെ കുറച്ച് കവികളുടെ പേരാണ്, അതേപോലെ അവരുടെ ഉപനാമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉപനാമം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാലകൃഷ്ണ ശർമ്മ നവീൻ, സച്ചിനാൻ ഹിരൺവാസ്യ अखी, प्रसाद शुक्ल गाया प्रसाद शुक्ल सनेही, सुदामा पांडे धूमिल, अयोध्या सिंह उपाध्याय हरिऔध जी.
ഓക്കെ, അപ്പൊ ഉപനാമങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. വ്യാകരണിക് ദൃഷ്ടി സേ സഹി വാക്യ കോൻസാ ഹെ? ഏതാണ് വ്യാകരണ പ്രകാരം ശരിയായ സെന്റൻസ്? പ്യാസി കൗവ പാനി പിയ. प्यासी कौवा ने पानी पी. प्यासे कौवे ने पानी पिया. प्यासे कौवे ने पानी पी. ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുല്ലിംഗം സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാക്ക് അല്ലേ? പാനി. പാനി ഏതാണ്? പുല്ലിംഗമാണ്. അപ്പോൾ പുല്ലിംഗമാവുമ്പോൾ എന്താണ്? ഇത് വരില്ല, ഇത് രണ്ടും വരില്ല അല്ലേ? അപ്പൊ ഇനി ഇത് രണ്ടിൽ ഏതാണ് കറക്റ്റ് നോക്കാം. പ്യാസി കൗവ പാനി പിയ. പ്യാസി കൗവേനെ നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വരാ? പാനി പിയ അല്ലേ? പിന്നെ കൗവേൻ്റെതല്ല നോക്കാം, എന്താണ് നോക്കാം? പാനി പിയ. ഇപ്പൊ ഏതാ ആൻസർ വരുന്നത്? സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. प्यासी कौवा ला प्यासे कौवे ने पानी पिया. ഏതാ ആൻസർ? പ്യാസെ കൗവേനെ പാനി പിയ. പാനി എന്താണ്? പുല്ലിംഗാണ്. അപ്പൊ ഒരിക്കലും പി എന്ന് വരില്ല, പിയ എന്നേ വരുള്ളൂ. പ്രത്യേകിച്ച് കൗവെ സ്ത്രീലിംഗാണ്, പക്ഷേ ഇവിടെ നേ പ്രത്യയം വന്നതുകൊണ്ട് പിയ എന്ന് വന്നു. ഓക്കെ, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. विशिष्ट पद रचना रीति किसका कथन है? विशिष्ट पद रचना रीति. रीति ആരുടെയാണ്? ആരുടെയാണ് രീതി? വാമൻ. ഓക്കെ, വിശിഷ്ട പദരചന രീതി സമ്പ്രദായ. രീതി സമ്പ്രദായം ആരുടെയാണ്? വാമന്റെയാണ്. നോക്കൂ അടുത്ത സമ്പ്രദായങ്ങളൊക്കെ ഏതൊക്കെയാന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ ഇതൊന്ന് നോക്കി വെക്കുക കേട്ടോ. വക്രോക്തി കുന്തക്, രസ് സമ്പ്രദായ ഭരത് മുനി, രീതി വാമൻ, ധ്വനി സമ്പ്രദായ ആനന്ദവർദ്ധൻ, ഔചിത്യ ക്ഷേമേന്ദ്ര. ഔചിത്യ ക്ഷേമേന്ദ്ര, അലങ്കാർ, ഭാമ ഓ ദണ്ഡി. രണ്ടാളോടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭാമ വന്നു കഴിഞ്ഞാൽ ദണ്ഡി ഉണ്ടാവില്ല, ദണ്ഡി ആണെങ്കിൽ ഭാമ ഉണ്ടാവില്ല ഓപ്ഷനിൽ കേട്ടോ. രണ്ട് രീതിയിലും ചോദിച്ചുകൊണ്ടാണ് രണ്ട് പേരും കൊടുത്തിരിക്കുന്നത് കേട്ടോ. എക്സാമിന് വന്നിരിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നോക്കി വെക്കണം കേട്ടോ. എക്സാമിന് പോകുന്നതിന്റെ മുന്നേ എന്തായാലും അതൊന്ന് നോക്കി ഓപ്പൺ ചെയ്ത് വേണം ഹോളിലേക്ക് കയറാൻ. കാരണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നോക്കാം അടുത്തത്. വിരേചൻ സിദ്ധാന്ത് കെ പ്രവർത്തക് കോൻ ഹെ? ആരാണ് വിരേചൻ സിദ്ധാന്തിന്റെ പ്രവർത്തകൻ? അരസ്തു. ആരാണ്? അരസ്തു ആണ് വിരേചൻ സിദ്ധാന്തിന്റെ പ്രവർത്തകൻ. അടുത്ത ക്വസ്റ്റ്യൻ. किस कवि को कविता कामिनी कांत कहा जाता है? किस कवि को कविता कामिनी कांत? आराने मैथिली शरण गुप्त, नाथुराम शर्मा शंकर, अयोध्या सिंह उपाध्याय और गाया प्रसाद शुक्ल. आराने कविता कामिनी कांत? यस, नाथुराम शर्मा शंकर. ओके, देखो मैथिली शरण गुप्त जी राष्ट्र कवि है. उन्हें साहित्य जगत में दद्दा नाम से संबोधित करते हैं. അതേപോലെ ഗയാ പ്രസാദ് ശുക്ല, അദ്ദേഹത്തിന്റെ ഉപനാമങ്ങൾ ഏതൊക്കെയാ? സനേഹി, തൃശൂൽ, തരങ്കി और अलमस्त. പിന്നെ സർക്കാരി नौकरी के कारण ട്ടോ ഒറ്റൊന്നും മതിയെ. कारण उन्हें सनेही छोड़कर त्रिशूल रखना पड़ा. आरके गया प्रसाद शुक्ल को सनेही छोड़कर त्रिशूल नाम रखना पड़ा ട്ടോ. എന്തുകൊണ്ട്? സർക്കാരി നൗകരിക്ക് കാരണം. പിന്നെ അയോധ്യ സിംഗ് ഉപാധ്യായ്, അദ്ദേഹത്തിന്റെ ഉപനാമം ഏതാണ്? ഹരിയോദ്. നോക്കൂ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഖീകൃത് അപ്നെ അപ്നെ അജ്നബി കിസ് വിധാ കി രചന ഹെ? ആരുടെയാണ്? അഖിയജിയുടെയാണ്. അഖിയജിയെ നിങ്ങൾ ഓർത്തു വെക്കുക. എല്ലാ പരീക്ഷയ്ക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കവിയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ 2 ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്.
കഴിഞ്ഞ പ്രാവശ്യം 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യവും അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. കാരണം താരസപ്തക് ആരുടെയാണ്? അഘേജിയുടെയാണ്. 4 താരസപ്തക ഉണ്ട് അല്ലേ? നോക്കാം, നമുക്ക് ഇത് നോക്കാം. നിങ്ങൾ അഘേജിയെ മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. അഘേജിയുടെ 2 മാർക്ക് ഷുവറാണ്, എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇതിലെന്താണ് ആൻസർ വരുന്നത്? ഖണ്ഡകാവ്യാണോ, യാത്രാവിവരാണോ, ആത്മകഥയാണോ, ഉപന്യാസാണോ? ഏതാണ്? ഉപന്യാസ്. അദ്ദേഹത്തിന്റെ ഉപന്യാസാണ് ഏത്? അപ്നെ അപ്നെ അജ്നബി. जापानी लोक कथा पर आधारित अघे की कविता कौन सी है? ഇപ്പൊ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഘേജിയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏത്? ജാപ്പാനി ലോക് കഥ पर आधारित अघेजी की कविता ഏതാണ്? असाध्य वीण. ഏതാണ്? असाध्य वीण. दिनकर को किस कृति पर ज्ञानपीठ पुरस्कार मिला? दिनकर जी को किस कृति पर ജ്ഞാനപീഠ പുരസ്കാരം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുരുക്ഷേത്ര, ഉർവശി, രശ്മിരതി, കനുപ്രിയ. ഏതിനാണ്? ഉർവശി. ജ്ഞാനപീഠ പുരസ്കാരത്തിലെ സാഹിത്യകാരന്മാർ ആരൊക്കെയാണ്? സുമിത്രാനന്ദ് പന്തിന് ചിദംബര, ദിനകർജിയുടെ ഉർവശി, അഘേജിയുടെ കിത്നി നാവോ മേ കിത്നി ബാർ. അടുത്തത് ആരൊക്കെയാ? മഹാദേവി വർമ്മ, യാമ. പിന്നെ ആരൊക്കെയാ വരുന്നത്? 92 നരേഷ് മെഹ്ത്ത, 99 നിർമ്മൽ വർമ്മ, 2005 കുവർ നാരായൺ. ഇവിടെ നിൽക്കുന്നില്ല, ഇനിയും ഒരുപാട് കവികളുണ്ട്. ബാക്കിയുള്ള കവി നമ്മുടെ ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. കാരണം ഒരുപാട് കവികൾ ഇനിയും വരുന്നുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കവികളാണ് ഞാനിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കവികളുടെ പേരുകളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്തായാലും നോക്കണേ, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രേംചന്ദ് കാ ഉപന്യാസ് ഗപൻ. അദ്ദേഹത്തിന്റെ കഹാനി നേരത്തെ ചോദിച്ചു. അടുത്ത എന്താ ചോദിക്കുന്നത്? ഉപന്യാസ്. പ്രമുഖ പാത്ര ആരാണ്? ഉപന്യാസിന്റെ പേരെന്താണ്? ഗപൻ. ഗപനിലെ പ്രമുഖ പാത്രങ്ങൾ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചോദിക്കാം? ആ കഥയുടെ പ്രതിപാദ്യ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു കഥ തന്നിട്ട് ഇത് ആരുടെ കൃതിയാണ്? ഓക്കെ, അപ്പൊ പ്രേംചന്ദ് ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 ക്വസ്റ്റ്യൻസ് ഷുവർ. 2 ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. ഹോരി, രമാനാഥ്, തോത്താറാം, ഗജാധർ ബാബു. ഇത് ആരാണ് ഗബലിലുള്ളത്? ഓക്കെ, അപ്പൊ ഗബലിലെ കഥാപാത്രം ആരാണ്? രമാനാഥ് ആണ് കേട്ടോ. ഗബൻ മുൻഷി പ്രേംചന്ദ് ദ്വാര രചിത एक यथार्थवादी उपन्यासाണ് ഇത് ഗബൻ. അതിലെ നാരി സമസ്യ को केंद्र में रखकर लिखा गया है. എന്താണ് അതിന്റെ പ്രതിപാദ്യം? എന്താണ്? നാരി സമസ്യ. നാരി സമസ്യയാണ് അതിന്റെ പ്രതിപാദ്യം. इसमें लेखक ने मध्यवर्गीय समाज की प्रदर्शन प्रियता, अपोषण प्रियता, कर्ज आदि से उत्पन्न होने वाली विभिन्न समस्याओं का पर्दाफाश किया है. നോക്കാട്ടോ, അതിന്റെ പ്രതിപാദ്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇതിന്റെ പ്രമുഖ പാത്രം ആരാണ്? രമാനാഥ് और ജാലപ്പ. രമാനാഥ് और ജാലപ്പ. ഇനി രീതികാൽ को अलंकृत काल किसने पुकारा? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അടുത്ത ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. രീതികാൽ को अलंकृत काल किसने पुकारा? രാമചന്ദ്ര ശുക്ല, രാംകുമാർ വർമ്മ, മിശ്ര ബന്ധു, നഖേന്ദ്ര. ആരാണ് പറഞ്ഞിരിക്കുന്നത്? അലങ്കൃത കാൽ മിശ്ര ബന്ധു. മിശ്ര ബന്ധു ആണ് രീതികാലിനെ അലങ്കൃത കാലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റു പേരുകൾ എന്തൊക്കെയാണ്? രീതികാലിന്റെ മറ്റു നാമകരണങ്ങൾ ഏതൊക്കെയാണ്? രീതി കാവ്യ ജോർജ് ഗ്രിയേസൺ, അലങ്കൃത കാൽ മിശ്ര ബന്ധു, രീതികാൽ रामचंद्र शुक्ल, श्रृंगार काल विश्वनाथ प्रसाद मिश्र, कला काल रसाल और अंधकार काल त्रिलोचन. ഇതൊക്കെ രീതികാലിനെ കുറിച്ച് വിവിധ കവികൾ പറഞ്ഞ നാമകരണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക കേട്ടോ.
ഫോർട്ട് വില്യം കോളേജ് की स्थापना किसने की? ആരാണ്? ലോർഡ് മെക്കാലെ, ലോർഡ് വെലസ്ലി, ലോർഡ് കാനിങ്, ലോർഡ് മൗണ്ട്ബേറ്റൻ. ആരാണ്? ലോർഡ് വെലസ്ലി. എന്നാണ് ഫോർട്ട് വില്യം കോളേജിന്റെ സ്ഥാപന വർഷം എപ്പോഴാണ്? എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. അതൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മളെ PhDക്ക് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഫോർട്ട് വില്യം കോളേജ്. ഓക്കെ, ഈ ഫോർട്ട് വില്യം കോളേജിന്റെ എന്താ പ്രത്യേകത? നമ്മളെ ഹിന്ദി ഗദ്യ സാഹിത്യത്തിലെ ഹിന്ദി സാഹിത്യത്തിനെ വളരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഒരു സ്ഥാപനമാണ് ഇത്, ഫോർട്ട് വില്യം കോളേജ്. ഓക്കെ, ഇനി അടുത്തത്, भारतेंदु ने किस नाटक में गंगा का वर्णन किया है? നോക്ക, भारतेंदु जी ने किस नाटक में गंगा का वर्णन किया है? दशरथ विलाप, अंधनगरी, सत्य हरिश्चंद्र और ചന്ദ്രാവലി. ഏതിലാണ് അദ്ദേഹത്തിന്റെ ഏത് നാടകത്തിലാണ് ഗംഗയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്? ഏതാണ്? സത്യ ഹരിശ്ചന്ദ്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കീർത്തിലത കിസ്കി രചന ഹെ? കീർത്തിലത ചന്ദ്രഭരതായി, വിദ്യാപതി, സർഹപ്പ, നരപതി നാലഹ. ആരുടെയാണ് കീർത്തിലത? വിദ്യാപതി. വിദ്യാപതി ആരാണ്? മൈഥിൽ കോകിൽ അല്ലെ? മൈഥിൽ കോകിലാണ് എന്നറിയപ്പെടുന്ന ആരാണ്? വിദ്യാപതിയാണ്. അദ്ദേഹത്തിന്റെ മൈഥിലി ഭാഷയിൽ എഴുതി രചിച്ച ഗ്രന്ഥം ഏതാണ്? പദാവലിയാണ് കേട്ടോ, മൈഥിലി ഭാഷയിൽ എഴുതിയത്. मैथिल कोकिल नाम से प्रसिद्ध कवियान आरे विद्यापति. विद्यापति ने संस्कृत, अवहट एवं मैथिली में कविता रची है. कीर्तिलता और कीर्ति पताका नामक रचनाएं ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? അവഹട്ട്. അത് ചോദിക്കാം കേട്ടോ. അവ ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ചോദിക്കാം. അവഹട്ട് ഭാഷയാണ്. മൈഥിലി ഭാഷയിൽ ഏതാ വന്നത്? പദാവലി. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അത്യധിക ശബ്ദ കിസ് പ്രകാർ ബൻ ഗയാ ഹെ? അത്യധിക അതെങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത്? അതി പ്ലസ് അധിക്, അത്യ പ്ലസ് അധിക്, അത് പ്ലസ് അധിക് ഓർ അധ്, ഥായും ഥായും പ്ലസ് അധിക്. ഏതാണ്? യെസ്, അതി പ്ലസ് അധിക് ആണ് അത്യധിക്. അതി പ്ലസ് അധിക്, അത്യധിക്. ओके, इनमें स्त्रीलिंग शब्द कौन सा है? ഇതിൽ ഏതാണ് സ്ത്രീലിംഗ ശബ്ദം? ഗീത്, രാഹ്, ദിൻ, ഖാൻ. ഇതിലേതാ സ്ത്രീലിംഗം? രാഹാണ് കേട്ടോ. ഗീത്, ദിന്, ഖാന് ഒക്കെ എന്താണ്? പുല്ലിംഗങ്ങളാണ്. ഇനി സ്ത്രീലിംഗം പുല്ലിംഗം തിരിച്ചറിയാനുള്ള ഒരു ചെറിയൊരു ടിപ്സ് ഞാൻ നമ്മളെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യണം കേട്ടോ. റീഡ് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത എക്സാമിന് പോവാന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏക് ബൂന്ദ് സഹസാ ഉജ്ലി യാത്രാവൃത്ത് കെ ലേഖക് കൗൻ ഹെ? ആരാണ്? ഏക് ബൂന്ദ് സഹസാ ഉജ്ലി. ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഈ യാത്രാവൃത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വേറൊരു പാർട്ടായിരുന്നു. ഏതാണ്? ആരുടെയാണ്? അഘേജിയുടെ ആണ് കേട്ടോ. ഏക് ബൂന്ദ് സഹസാ ഉജ്ലി ആരുടെയാണ്? അഘേജിയുടെ. അദ്ദേഹത്തിന് രണ്ട് യാത്രാവൃത്തങ്ങളാണ്. ഏക് ബൂന്ദ് സഹസാ ഉജ്ലി, രണ്ടാമത്തേതാണ് അരേ യയാവർ രഹേഗാ യാദ്. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഈ യാത്രാവൃത്തം ആരുടെയാണ്? ആരുടെയാണ്? അഘേജിയുടെ. അടുത്തത്, ഹരി ഗാസ്ബർഗ് ഷൺബാർ പഹലി രചന. അദ്ദേഹത്തിന്റെ പഹലി രചനയാണ് നദി കെ ദീപ്, ആംഗൻ കെ പാദ്വാർ, ത്രിശങ്കു, ഉത്തർ പ്രിയദർശി. അത് നാടകമാണ്. പിന്നെ അരേ യയാവർ രഹേഗാ യാദ്, ഏക് ബൂന്ദ് സഹസാ ഉജ്ലി, ഇത് രണ്ടും എന്താണ്? യാത്രാവൃത്താണ്. ശേഖർ ഏക് ജീവനി അഘേജി കാ മനോവിശ്ലേഷണാത്മക് ഉപന്യാസ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. ശേഖർ ഏക് ജീവനി. നോക്കാം അഘേജിയുടെ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് നോക്കാട്ടോ. അതുകൊണ്ട് അഘേജിയെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കണേ. ശേഖർ ഏക് ജീവനി അഘേജിയുടെ മനോവിശ്ലേഷണാത്മക് ഉപന്യാസാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് എന്ത്? താരസപ്തക്. താരസപ്തകിന്റെ സ്ഥാപകനാണ് ആര്? അഘേജി. 4 താരസപ്തക് ഉണ്ട്. അതേപോലെ അതിന്റെ
ഇയറും മറന്നു പോകരുത് കേട്ടോ. 4 എണ്ണാണ്. പ്രഥം, ദൂസ്ര, തീസ്ര, ചൗദ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ അതിലെ 4 എണ്ണത്തിന്റെ ഇയറും നോക്കി വെക്കുക. അതേപോലെ താരസപ്തകിലെ കവികളെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? രാഹോങ്ക അന്വേഷി. നിങ്ങളൊന്ന് ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അതിൽ താരസപ്തകിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. കാരണം 2-3 ക്വസ്റ്റ്യൻ അതിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അഖേജിയെ നന്നായിട്ട് മാർക്ക് ചെയ്ത്, ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻമേ നിർമ്മൽ വർമ്മ കാ ഉപന്യാസ്. സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ആരാണ്? നിർമ്മൽ വർമ്മയെ കേട്ടോ. उपन्यास कौन सा है? सुबह, दोपहर, शाम, अंतिम आरण्य, शेष यात्रा, पहली परिक्रमा. ഏതാണ്? അന്തിം ആരണ്യ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. അന്തിം ആരണ്യെ കുറിച്ചിട്ട് കേട്ടോ. अंतिम आरण्य നോക്കൂ. निर्मल वर्मा के प्रमुख रचनाएं: वे दिन, पहला उपन्यास, रात का रिपोर्टर, एक छितड़ा सुख, लालटीन की छत और अंतिम आरण्य. अंतिम आरण्य അവസാനത്തേതാട്ടോ. അന്തിം ഉപന്യാസാണ്. അതേപോലെ പരിന്ദേ, കൗവെ और काला पानी, बीच बहस में, ജൽത്തി ചാടി, കഹാനി സംഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നിർമ്മൽ വർമ്മയെ കുറിച്ച് നോട്ട് ചെയ്ത് വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിന്റെ മുന്നത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. ആര്? നിർമ്മൽ വർമ്മ. അദ്ദേഹത്തിന്റെ അന്തിം ആരണ്യം. ഓക്കെ, താങ്ക് യു.